പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ 62 പേർ പീഡിപ്പിച്ചതിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ്. 10 പേർ കൂടി പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. പ്രതികളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഇന്നലെ 5 പ്രതികളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ പുരുഷോത്തമൻ, കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കുകയാണല്ലേ പോലീസ്? അതെ അരുൺ, പോലീസ് ഏതായാലും ഈ ഒരു വിഷയത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വളരെ പ്രമാദമായിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ 8 പേർ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ആദ്യഘട്ടത്തിൽ വിവരം ലഭിച്ചത് 10 പേരെന്നായിരുന്നു. പക്ഷേ പത്തനംതിട്ട പോലീസിൽ നിന്ന് ഇപ്പോൾ സ്ഥിരീകരണം വരുന്നത് 8 പേർ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലുണ്ട്. അവരെ വിശദമായി ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. CWC ആണ് ഈ ഒരു വിഷയത്തിൽ നിർണായകമായിട്ടുള്ള ഇടപെടൽ നടത്തിയത്. കാരണം CWCയുടെ അടുത്ത് പെൺകുട്ടിയുടെ മൊഴി ചെല്ലുന്നു. അതിനുശേഷം 2 ആഴ്ചയോളം നീണ്ട കൗൺസിലിംഗ് ഈ പെൺകുട്ടിക്ക് CWCയുടെ നേതൃത്വത്തിൽ കൊടുത്തിരുന്നു. ആ കൗൺസിലിംഗിനിടെയാണ് ഇത്തരത്തിൽ 64 എന്ന നമ്പരൊക്കെ ആ പെൺകുട്ടി പറയുന്നത്. ഒപ്പം തന്നെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് CWCക്ക് ലഭിച്ചിരുന്നതും. അങ്ങനെ CWCയുടെ കൗൺസിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഏതായാലും CWCയുടെ പത്തനംതിട്ട ജില്ലാ ചെയർമാൻ നമ്മോടൊപ്പമുണ്ട്. ശ്രീ രാജീവാണ് നമ്മോടൊപ്പം ഉള്ളത്. നിങ്ങളുടെ ഈ ഒരു ഇടപെടൽ വളരെ നിർണായകമായി. ഇപ്പോൾ 8 പേരെ കൂടി ഇപ്പോൾ പുതിയ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പൂർണ്ണമായും പ്രതികളെ പിടികൂടണമെന്ന് തന്നെയാണ് ആവശ്യം, അല്ലേ? തീർച്ചയായും മുഴുവൻ പ്രതികളെയും പിടികൂടണം. കണ്ടെത്തുന്ന പ്രതികളുടെ ചോദ്യം ചെയ്യലാണ് ഇതിന്റെ എണ്ണത്തിനെ സംബന്ധിച്ച് ഇനിയും വർദ്ധിക്കുമോ കുറയുമോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വ്യക്തത വരേണ്ടത്. പെൺകുട്ടി 64 പേരുടെ പേരാണ് CWCക്ക് നൽകിയ ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്, അല്ലെങ്കിൽ മൊഴിയിൽ പറയുന്നത്. അതെ, 64 പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഉദ്ദേശ വയസ്സ്, എവിടെ വെച്ച്, എന്തൊക്കെ എന്നുള്ളതിന്റെ ചുരുക്ക വിവരങ്ങളെല്ലാം കൗൺസിലിംഗ് റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. അതായത് 64 പേരുടെയും നിർണായകമായിട്ടുള്ള അവരുടെ മേൽവിലാസം ഉൾപ്പെടെ പോലീസിന്റെ കയ്യിലുണ്ട്. ഇല്ല, മേൽവിലാസം ഉൾപ്പെടെയല്ല, അവരുടെ പേരും ബാക്കി ഡീറ്റെയിൽസും. പക്ഷെ പിന്നീട് കുട്ടി അച്ഛൻ്റെ ഫോൺ ഉപയോഗിച്ചെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആ ഫോണിൽ സേവ് ചെയ്തിരുന്ന നമ്പറുകൾ 40 എണ്ണത്തോളം ഉണ്ട്, 40 പേരുടെ ഉണ്ട്. ആ 40 പേരുടെ വിവരങ്ങൾ, ഫോൺ നമ്പറും പേരും തമ്മിൽ കണ്ടെത്തുന്ന തരത്തിലേക്കുള്ള ഒരു അഡീഷണൽ റിപ്പോർട്ട് നമ്മൾ സൂപ്രണ്ട് ഓഫ് പോലീസിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പത്തനംതിട്ടയിലും ഇലവന്തിട്ടയിലും ഈ 2 പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും ഒപ്പം തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ജില്ലയ്ക്ക് പുറത്തേക്ക് ഒരുപക്ഷെ കേസ് പോകാനുള്ളൊരു സാധ്യതയുണ്ടോ? തീർച്ചയായും അതിന് സാധ്യതയുണ്ട്. പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും പ്രതികളെ കണ്ടെത്തുന്നത് മുറയ്ക്കായിരിക്കും, എവിടെയൊക്കെ വെച്ചെന്നുള്ള നിലയ്ക്കും അല്ലെങ്കിൽ ഏതൊക്കെ പ്രതികളെന്നുള്ള നിലയ്ക്ക് വെച്ചും സ്ഥലം ഈ അബ്യൂസ് നടന്നിരിക്കുന്നതിൻ്റെ ഒരു ഏരിയ ഏതൊക്കെ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ വ്യാപനം നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെ 5 വർഷക്കാലം നീണ്ട പീഡനത്തിന് ഇരയായി എന്നാണല്ലോ ആ പെൺകുട്ടിയുടെ മൊഴിയിൽ പറയുന്നത്. ഇപ്പോൾ ആ പെൺകുട്ടിയുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയുണ്ട്? നിങ്ങൾ കൗൺസിലിംഗ് കൊടുത്തതിന് ശേഷം ആ പെൺകുട്ടി എങ്ങനെയാണ്, അവരുടെ മാനസികാവസ്ഥ എങ്ങനെയാണ്? കുട്ടിയുടെ ഒരു ഘട്ടം കഴിഞ്ഞിട്ടുള്ള ഒരു പശ്ചാത്താപം ഉണ്ട് അതിൽ. കാരണം പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ അത് ഏറ്റുപറയാൻ അല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം മുക്തി നേടി വരാനുള്ള ഒരു മാനസികാവസ്ഥയാണ് സത്യത്തിൽ ആ കുട്ടി ഇത് പറയാൻ തന്നെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അതിനുള്ള എല്ലാ പിന്തുണാ സംവിധാനവും ഉറപ്പാക്കുന്ന തരത്തിലാണ് CWCയുടെ ഇടപെടൽ നടന്നു വരുന്നത്. പൂർണ്ണമായും പ്രതികളെ പിടികൂടണം എന്ന് തന്നെയാണ് ആവശ്യം. സംശയമില്ല കാര്യത്തിൽ. എല്ലാ പ്രതികളെ അറസ്റ്റ് ചെയ്യാനും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെയാണ് സാധാരണ ഒരു കൗൺസിൽ റിപ്പോർട്ട് കിട്ടിയാൽ ഞങ്ങൾ SHOമാർക്ക് കൊടുക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൻ്റെ ഒരു അസാധാരണത്വവും വ്യാപ്തിയും ബോധ്യപ്പെട്ടാണ് ഞങ്ങളത് സൂപ്രണ്ട് ഓഫ് പോലീസിന് തന്നെ കൈമാറുന്നത്. ഇത് ഇപ്പോൾ പോലീസ് തന്നെ പറയുന്നത് ഒരു ഗ്യാങ് റേപ്പ്, അത്തരത്തിലുള്ള മൊഴി തന്നെയാണ് പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് അങ്ങനെ കടക്കാൻ കഴിയും. ഏതായാലും പോലീസ് ഇപ്പോൾ 8 പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കാര്യങ്ങൾ വ്യക്തമാണ്. എന്തായാലും CWC അക്കാര്യത്തിൽ ചെയ്തത് സുത്യർഹമായൊരു കാര്യമാണ്. എല്ലാ വിവരങ്ങളും ഇപ്പോൾ ഈ CWCക്ക് കൊടുത്തിരിക്കുന്ന മൊഴി ആയതുകൊണ്ട് ഇനി പെൺകുട്ടിയുടെ പ്രത്യേക മൊഴി എടുക്കേണ്ടതില്ല. അത് തന്നെ തെളിവായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 60 പേരോളം പീഡിപ്പിച്ചു. അതിൽ പലരുടെയും പേരുകൾ, എല്ലാവരുടെയും പേരുകൾ തന്നെ ഈ പെൺകുട്ടിക്ക് അറിയാമായിരുന്നു. എവിടെ വെച്ചാണ് ഈ അപകടം നടന്നത് അല്ലെങ്കിൽ പീഡിപ്പിച്ചത് തുടങ്ങിയ വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് ആ കുട്ടി എഴുതി വെച്ചിരുന്നു എന്നാണ് ഇപ്പോൾ CWCയുടെ ഭാരവാഹി നമ്മളോട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയും ഒരുപക്ഷെ ജില്ല വിട്ടും അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല.